മൗനി അമാവാസി മഹോത്സവത്തോടനുബന്ധിച്ച് കുംഭമേളയിൽ വൻ ഭക്തജനത്തിരക്ക് 10 കോടിയിലധികം ഭക്തർ ഇന്ന് പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ടെന്നും തിരക്ക് നിയന്ത്രിക്കാൻ ദ്രുതഗതിയിൽ ഇടപെടൽ നടത്തിയെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരക്കിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്നും പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും യോഗി പറഞ്ഞു. മൗനി അമാവാസി മഹോത്സവത്തോടനുബന്ധിച്ച് പുണ്യസ്നാനത്തിനായി കോടിക്കണക്കിന് തീർത്ഥാടകരാണ് കുംഭമേളയിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ 5 കോടി ഭക്തർ സ്നാനം ചെയ്തു. ഇന്ന് രാവിലെ 10 മണിവരെ മാത്രം 3 കോടി ഭക്തർ സ്നാനം ചെയ്തിട്ടുണ്ടെന്നും 10 കോടിയിലധികം ഭക്തർ ഇന്ന് പ്രയാഗ്രാജിലെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ ദ്രുതഗതിയിൽ ഇടപെടൽ നടത്തി. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തിരക്കിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. प्रयागराज महाकुंभ में श्रद्धालुजनों की भारी भीड़ है. लगभग 8 से 10 करोड़ श्रद्धालु इस समय प्रयागराज के अंदर मौजूद है. कल भी 5.5 करोड़ श्रद्धालुजनों ने महाकुंभ का स्नान किया था. ये जो भारी दबाव श्रद्धालुजनों के कारण और श्रद्धालुओं के संगम नोच पर जाने के कारण वहां पर एक बना हुआ है, लेकिन पूरा प्रशासन मौके पे वहां मौजूद है. കുംഭമേളയ്ക്കായി 20 കിലോമീറ്റർ ദൂരത്തിൽ ഘാട്ടുകൾ പുണ്യസ്നാനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്തർ അടുത്തുള്ള ഘാട്ടുകളിൽ സ്നാനം നടത്തണമെന്നും ത്രിവേണി സംഗമത്തിലേക്ക് എത്താൻ തിരക്ക് കൂട്ടരുതെന്നും മുഖ്യമന്ത്രിയും സന്യാസി സമൂഹവും ആവശ്യപ്പെട്ടു. ഇന്ന് രാത്രി വരെ മൗനി അമാവാസി മുഹൂർത്തമുണ്ട്. സ്നാനം കഴിഞ്ഞവർക്ക് മടങ്ങിപ്പോകാൻ റെയിൽവേയിൽ ഉൾപ്പെടെ അടിയന്തര സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. ജനം, ഡൽഹി.